പോർച്ചുഗലിലെ പോർട്ടോയ്ക്കടുത്ത ഗൂണ്ടുമാറിലെ ഡി സാവോ കോസ്മി സെമിത്തേരിയിൽ ഒരു മെഴുതിരി ഇപ്പോൾ തെളിയുന്നുണ്ടാകും. ആ ദിവ്യപ്രകാശത്തിൽ 21 നമ്പറിൽ പോർച്ചുഗീസ് കുപ്പായത്തിൽ മിന്നിത്തിളങ്ങിയിരുന്ന ഡീഗോ ജോട്ട എന്ന 5 അടി 10 ഇഞ്ചുകാരൻ ഇങ്ങനെ വായിക്കുന്നുണ്ടാകും: എനിക്കായി ഒരു ലോക കിരീടത്തിനായി പോർച്ചുഗൽ ഫുട്ബോൾ ടീം വടക്കേ അമേരിക്കയിലേക്ക് യാത്രയായിരിക്കുന്നു. മദീരയുടെ മകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ കപ്പ് ഡി സാവോ കോസ്മി സെമിത്തേരിയിലേക്ക് തന്റെ സ്നേഹചുംബനത്തിനായി ഒരു നാൾ എത്തിക്കും. പറങ്കിപ്പടയെ സംബന്ധിച്ച് പ്രായം 41 പിന്നിട്ട 6ാം ലോകകപ്പിനിറങ്ങുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന CR7 അവശേഷിക്കുന്ന ഏക കിരീടം സമ്മാനിക്കാനുള്ള അഭിമാന പോരാട്ടമല്ല ഇത്. 1 വർഷം മുൻപ് ആകസ്മികമായ ഒരു കാർ അപകടത്തിൽ നഷ്ടമായ തന്റെ വലം കൈ ഡീഗോ ജോട്ടയ്ക്കായി ലോകകപ്പ് ഉയർത്താനാണ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ഗൗട്ടിന്റെയും സംഘത്തിന്റെയും പ്രയാണം. ലോകം കീഴടക്കിയ ചരിത്രമുള്ള പോർച്ചുഗീസ് വീരത്തിന് ഇതൊക്കെ എത്ര നിസ്സാരം. പോർച്ചുഗീസ് ദേശീയ ടീമിൽ ക്രിസ്ത്യാനോയ്ക്കൊപ്പം മുന്നേറ്റത്തിലായിരുന്നു ഡീഗോ ജോട്ടയുടെ പടയോട്ടം അത്രയും. വിങ്ങിലൂടെയുള്ള അതിവേഗ കുതിപ്പും എതിർകാലുകളെ കബളിപ്പിക്കുന്ന ഡ്രിബ്ലിങ്ങുകളും ഒടുവിൽ CR7 വരച്ചുവെക്കുന്ന ക്രോസും ജോട്ടോയുടെ മുഖകാന്തിയായിരുന്നു. ഒന്നിച്ചു മുളപ്പിച്ചൊരു ഗോളിന് ശേഷം ജോട്ടോയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ക്രിസ്ത്യാനോയുടെ ഒരു ചിത്രമുണ്ട്. 2026 ഫിഫ ലോകകപ്പിൽ ക്രിസ്ത്യാനോയും പോർച്ചുഗലും ആരാധകരും അതേറെ മിസ് ചെയ്യും. ഇത് വിശ്വസിക്കാനാവുന്നില്ല. കുറച്ചു മുൻപും നാം ദേശീയ ടീമിൽ ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോഴാണ് നീ വിവാഹിതനായത്. നിന്റെ കുടുംബത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും ഈ വേദനയിൽ ഞാൻ അനുശോചനം അറിയിക്കുന്നു. ലോകത്തിലെ എല്ലാ കരുത്തും അവരോടൊപ്പമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നീ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. സമാധാനത്തോടെ വിശ്രമിക്കൂ ഡീഗോ. ആന്ദ്രേ, നമ്മളൊക്കെയും നിങ്ങളെ ഏറെ മിസ് ചെയ്യും. 2025 ജൂലൈ 3 ഡീഗോ ജോട്ടയും അയാളുടെ സഹോദരൻ ആന്ദ്രേ സിൽവയും സ്പെയിനിലെ സമോറയിലുണ്ടായ കാർ അപകടത്തിൽ മരണമടഞ്ഞതിന് പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കണ്ണീർ വാക്കുകൾ ഇതായിരുന്നു. 2026 ജൂലൈ 20 ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡിലുള്ള മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 2026 ഫിഫ ലോകകപ്പിന് അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അങ്ങകലെ ഡി സാവോ കോസ്മി സെമിത്തേരിയിലെ മെഴുതിരി വീണ്ടും തെളിയുമെന്ന് പ്രത്യാശിക്കാം. അതിൽ ഡീഗോ ജോട്ട എന്ന പേരും പുഞ്ചിരിക്കുന്ന മുഖവും മിന്നിത്തിളങ്ങട്ടെ. തൊട്ടടുത്ത ദിനം ആ കല്ലറയെങ്കിൽ ക്രിസ്ത്യാനോയും കൂട്ടരും ഫുട്ബോളിന്റെ കനക കിരീടം അണിയിക്കട്ടെ. 27 താരങ്ങളും കൂടെ ഒരാളും. 2026 ഫിഫ ലോകകപ്പിനുള്ള പോർച്ചുഗൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചുകൊണ്ട് പറങ്കികളുടെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത് ഇതാണ്: ആ ഒരാൾ അദൃശ്യനായ സ്ട്രൈക്കർ ഡീഗോ ജോട്ടയാണ്. അയാൾ ഉണ്ടാകും ഈ ലോകകപ്പിൽ പറങ്കിക്കുതിപ്പിൽ വലങ്കാലിലെ പീരങ്കികളുമായി. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും പോർച്ചുഗീസ് പതാക ആലേഖനം ചെയ്ത വിമാനത്തിൽ അമേരിക്കയിലേക്ക് പറന്നിരിക്കുന്നത് അയാൾക്കായി ആ സ്വപ്നം നേടിയെടുക്കാനാണ്. ജോട്ടോയ്ക്കുള്ള നിത്യസമ്മാനം പിറന്ന മണ്ണിൽ എത്തിക്കാൻ. അന്ന് ലിവർപൂളിലെ ആൻഫീൽഡും ജോട്ടോയ്ക്ക് വന്ദനം പറയട്ടെ. ലോകം പോർച്ചുഗൽ ടീമിന്റെ അദൃശ്യനായ പോരാളിയെന്ന് അയാളെ വാഴ്ത്തട്ടെ. ഫുട്ബോളിന് മരണമില്ല, കളിക്കാരന് മരണമില്ല, ജോട്ടോയ്ക്ക് മരണമില്ല. ആ 28കാരൻ ഇന്നും ജീവിക്കുകയാണ് ആരാധക ഹൃദയങ്ങളിൽ.